എല്ലാവർക്കും ജിയ അങ്കമാലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് സോൾഡർ ചെയ്യുന്നതും ഡീസോൾഡർ ചെയ്യുന്നതും ഉള്ളതാണ്. അത് എന്റെ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരട്ടെ. വില കുറഞ്ഞതും വില കൂടിയതായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് ഇലക്ട്രോണിക്സിൽ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സോൾഡറിങ്ങും ഡീസോൾഡറിങ്ങും നന്നായിട്ട് അറിയാമെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ഈ കംപ്ലൈന്റ് ഒക്കെ ഒരു പരിധി വരെ റിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഒരു സ്വയം തൊഴിലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും സോൾഡറിങ്ങും ഡീസോൾഡറിങ്ങും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളോ അല്ലെങ്കിൽ നമുക്ക് പുറമെ പോയി കോഴ്സ് പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് റിപ്പയറിംഗിലൂടെ വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ലൈറ്റുകൾ വളരെ വില കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിന് കംപ്ലൈന്റ് വന്ന വളരെ വില കുറവില് നമുക്ക് ഇതിന്റെ പാർട്സുകൾ കടയിൽ കിട്ടും. അപ്പോൾ ഇത് ലാഭകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ സോൾഡർ ചെയ്യാനും ഡീസോൾഡർ ചെയ്യാനും എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സോൾഡർ ചെയ്യാനായിട്ട് സോൾഡറിങ് അയൺ വേണം, ലെഡ് വേണം, ഫ്ലെക്സ് വേണം. അതുപോലെ തന്നെ ഡീസോൾഡർ ചെയ്യാനായിട്ട് ഷീൽഡ് വേണം, പമ്പ് വേണം. പിന്നെ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോൾഡറിങ് അയണിന്റെ കാര്യം പറയുമ്പോൾ അത് AC-യിലും DC-യിലും വർക്ക് ചെയ്യുന്ന അയണുകൾ വാങ്ങിക്കാൻ കിട്ടും. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് AC-യിൽ വർക്ക് ചെയ്യുന്ന അയൺ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. AC-യിൽ ഉപയോഗിക്കുന്ന സോൾഡറിങ് അയണ് സാധാരണയായിട്ട് 25 വാട്ട്സ് ആണ് ഉപയോഗിക്കാറ്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കമ്പനി സോൾഡ്രോൺ എന്ന കമ്പനിയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് 50 വാട്ട്സിന്റെ അയണാണ്. അതാണ് എനിക്ക് കംഫർട്ടബിൾ, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ലെഡിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇത് ലെഡാണ്, ഇതൊരു മെറ്റൽ ആണ്. ഇങ്ങനെ റോൾ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന് 200 രൂപ വിലയുണ്ട്. ഇതിന്റെ ചെറിയ പാക്കറ്റുകളിലായിട്ടും ഇത് വരുന്നുണ്ട്. ഇത് ഫ്ലെക്സ് ആണ്, ഇതിന് 20 രൂപയാണ് വില വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് കാണിച്ചു തരട്ടെ. ഈ ലെഡ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് ഇത് തരുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതിപ്പോ ഞാനൊന്ന് ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഫ്ലെക്സ് ആവിയായിട്ട് പോകും. അപ്പൊ ഇതൊരു ഹാർഡായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ ലെഡ് ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ 60 വാട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ചെറിയ ചൂട് മതി. ഇപ്പൊ ഞാൻ ഇടുമ്പോ നിങ്ങളൊന്ന് നോക്കിക്കോ, ഇത് ഉരുകുന്നത് കാണാം. ഈ പുകഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? ഇത് ഫ്ലെക്സ് ആണ് കേട്ടോ. ലെഡ് ഇപ്പോ നന്നായിട്ട് ഉരുക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ പുകഞ്ഞു പോകുന്നത് ഫ്ലെക്സ് ആണ് കേട്ടോ. ലെഡ് ഇപ്പോ നല്ല ലിക്വിഡ് ഫോമിലായിരിക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഹാർഡായിട്ട് പോകും. ഇതിന്റെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഫ്ലെക്സ് ആവിയായി പോകുന്തോറും ഇത് ഹാർഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ കളർ കൂടി നല്ല സിൽവർ കളറായിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഫ്ലെക്സ് നല്ല ആവിയായിട്ട് പോയി ലെഡ് ഇതാ നല്ല കട്ടിയായിട്ട് വന്നു. ആദ്യം ഉരുക്കിയപ്പോ നല്ല വെള്ളം പോലെയാണ് വരുന്നത്. ഇപ്പൊ ഇത് നല്ല പൊടി പോലെ നല്ല കല്ലായിട്ട് മാറി. കാരണം ഇതിന്റെ ഫ്ലെക്സിന്റെ അംശം പൂർണ്ണമായിട്ട് മാറിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പൊ ലെഡ് കണ്ടിന്യൂസ് ആയിട്ട് ചൂടാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ ലെഡ് ആദ്യം തന്നെ ചൂടാക്കിയപ്പോൾ ലിക്വിഡ് ഫോമിലേക്കായി. അതിനുശേഷം ഇതുപോലെ കല്ല് പോലെ ആയി. ഇനി നമ്മൾ എത്ര ചൂടാക്കിയാലും ഇതുപോലെ കല്ല് പോലെ തന്നെയാണ് ഇരിക്കുള്ളൂ. ഞാൻ ഈ ലെഡ് ചൂടാക്കിയത് സ്റ്റീൽ പാത്രത്തിലാണ്. സാധാരണ സോൾഡറിങ് സ്റ്റീലിലും അലുമിനിയത്തിലും പിടിക്കില്ല. പക്ഷെ നമുക്ക് സ്റ്റീലില് സോൾഡറിങ് ചെയ്യാനും പറ്റും. അത് എങ്ങനെയാണെന്ന് സാധാ സോൾഡറിങ്ങിന്റെ കാര്യം പറഞ്ഞു തന്നതിന് ശേഷം പറഞ്ഞു തരാം. ലെഡ് ഇങ്ങനെ നല്ല പോലെ ഡ്രൈ ആകുന്ന അവസ്ഥ ബോർഡിൽ ഉണ്ടാകും. അതിനെയാണ് ഡ്രൈ സോൾഡറിങ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാക്കി തരാം. ഇതൊരു 5.1 സബ് വൂഫറിന്റെ ബോർഡാണ്. ഇതിന്റെ ഈ അലുമിനിയത്തിൽ കാണുന്ന ഇതാണ് ഹീറ്റ് സിങ്ക്. ഈ ഹീറ്റ് സിങ്കിൽ പിടിപ്പിച്ചിരിക്കുന്ന ഐസികൾ നല്ല പോലെ അങ്ങോട്ടേക്ക് ചൂടാകും. ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഹീറ്റ് സിങ്കിലേക്ക് ചൂട് പോകുന്ന അതേ സമയം അതിന്റെ ലെഗുകളിലേക്കും ഒരു പരിധി വരെ ഹീറ്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഔട്ട്പുട്ട് പിന്നിലേക്കും. ഈ ഔട്ട്പുട്ട് പിന്നുകൾ ബോർഡിൽ പിടിപ്പിച്ചിരിക്കുന്നത് സാധാരണ ലെഡ് ഉപയോഗിച്ചാണ്. സ്ഥിരമായി ഈ ലെഗ് ചൂടാകുന്നത് കൊണ്ട് ലെഗ് പിടിപ്പിച്ചിരിക്കുന്ന സോൾഡറിങ് ലെഡിലെ ഫ്ലെക്സിന്റെ അംശം കുറഞ്ഞ് ലെഡും കമ്പോണന്റിന്റെ ലെഗും തമ്മിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതിനെയാണ് ഡ്രൈ സോൾഡറിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഡ്രൈ സോൾഡറിങ് സംഭവിക്കുന്നത്.
നമ്മുടെ വീട്ടിലുള്ള TV അല്ലെങ്കിൽ വേറെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടുമ്പോ ഓൺ ആവും, അല്ലെങ്കിൽ ഡിസ്പ്ലേ ശരിയാവും, ഇങ്ങനെ വരുന്ന ഒരേ കംപ്ലൈന്റുകളില്ലേ, ഇതെല്ലാം ഈ ഡ്രൈ സോൾഡറിങ്ങിന്റെ ആണ് ഒരു നല്ല ശതമാനവും വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള കൊതുകുബാറ്റ് തുടങ്ങി TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ എല്ലാം ഈ ഡ്രൈ സോൾഡറിങ്ങിന്റെ കംപ്ലൈന്റ് വരും. ഇതൊരു കോമൺ ആണ്. അപ്പൊ ഡ്രൈ സോൾഡറിങ് പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പൊ നല്ല ഡ്രൈ ആയിട്ടുള്ള ലെഡ് ഞാൻ എന്താ പാത്രത്തിലേക്ക് ഇട്ട് ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. ഇപ്പൊ ദേ നന്നായിട്ട് ഉരുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പൊ നല്ല പോലെ ലെഡ് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി ഫ്ലെക്സ് ചേർക്കാൻ പോവാണ്. അപ്പൊ വെള്ളം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? കുറച്ചുകൂടെ ലൂസ് ആയിട്ട് ഉള്ളതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഇതുപോലെ നല്ല പോലെ ചൂടായ ലെഡില് ഫ്ലെക്സ് ആഡ് ചെയ്യുമ്പോൾ അത് നല്ല പോലെ സോഫ്റ്റ് ആയി സോൾഡറിങ്ങിന് പറ്റിയ രീതിയിലേക്ക് ആകും. സോൾഡർ ചെയ്യുന്ന സമയത്തും ഡീസോൾഡർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഫ്ലെക്സ് ചേർക്കുന്നത് ലെഡ് നല്ല പോലെ ലൂസ് ആകാനാന്നുള്ളത് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? ഫ്ലെക്സ് കൊണ്ടുള്ള ഒരു ഉപയോഗം ഇതാണ്. ഇനി എങ്ങനെയാണ് ഡീസോൾഡറിങ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഡീസോൾഡറിങ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡീസോൾഡറിങ് ഷീൽഡ് എടുക്കാം. നെറ്റ് പോലെ ഇരിക്കുന്ന കോപ്പറിന്റെ കമ്പിയാണിത്. ഇതിൽ ഒരൽപ്പം ഫ്ലെക്സ് തേച്ച് ഉരുകിയ ലെഡിലേക്ക് വെച്ചു കൊടുത്താൽ ലെഡ് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കയറി പിടിക്കുന്നതാണ്. സോൾഡറിങ് ഷീൽഡിൽ ഇതുപോലെ ഫ്ലെക്സ് തൂത്തെടുക്കാം. ഫ്ലെക്സ് തേച്ച് കൊടുത്താൽ ഡീസോൾഡറിങ് ഷീൽഡ് ഈ ലെഡിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഡീസോൾഡറിങ് ഷീൽഡ് ഉപയോഗിച്ച് ലെഡിനെ നല്ലപോലെ വലിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് നമുക്ക് ബോർഡിൽ നിന്നും വലിച്ചെടുക്കാവുന്നത്. ഇത് വെള്ളം തുണി വെച്ച് ഒപ്പിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഡീസോൾഡറിങ് ഷീൽഡ് ലെഡിനെ ഒപ്പിയെടുക്കുന്നത്. ഇനി പമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഡീസോൾഡറിങ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ചൂടായ ലെഡിലേക്ക് സ്വല്പം ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ലൂസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് പമ്പിലേക്ക് വലിച്ചെടുക്കാം. ഇനി ഈ ഒരു ബോർഡിലെ കമ്പോണന്റ് എങ്ങനെയാണ് ഊരിയെടുക്കുന്നതെന്ന് പറയട്ടെ. ഞാനിപ്പോ ഊരിയെടുക്കാൻ പോകുന്നത് ഈ ഒരു കപ്പാസിറ്റർ ആണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ ലെഗ് ആയിട്ട് വരുന്നത്. ഡീസോൾഡർ ചെയ്യാനുള്ള ഭാഗത്ത് ഒരൽപ്പം ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലെഡ് നന്നായിട്ട് ലൂസ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഡീസോൾഡറിങ് ഷീൽഡില് ഫ്ലെക്സ് അല്പം തേച്ച് പിടിപ്പിക്കുക. ഈ ഷീൽഡ് നമുക്ക് എവിടെയാണോ ലെഡ് വലിച്ചെടുക്കേണ്ടത് അവിടെ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് സോൾഡറിങ് അയൺ വെച്ച് കൊടുത്താൽ മതി. താഴെയുള്ള ലെഡ് ഉരുകുമ്പോൾ ഡീസോൾഡറിങ് ഷീൽഡിലേക്ക് അത് കയറി പിടിച്ചോളും. അങ്ങനെ കപ്പാസിറ്ററിന്റെ ലെഗ് ഫ്രീ ആയി കിട്ടും. സോൾഡറിങ് അയൺ ഷീൽഡിലേക്ക് വെക്കുന്നതിന് മുന്നേ ലെഡിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് എന്തിനാണെന്ന് അറിയാമോ? സോൾഡറിങ് അയൺ നല്ലപോലെ ചൂടാണെങ്കിലും ഈ ബോർഡിലെ ലെഡിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഉരുകണമെന്നില്ല. പക്ഷെ ഉരുകിയ ലെഡ് അല്പം അതിന്റെ മുകളിലേക്ക് വീണാൽ അത് പെട്ടെന്ന് ഉരുകിപ്പോവും. അതായത് ഒരു കമ്പിത്തിരി വേറൊരു കമ്പിത്തിരി ആയിട്ട് കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് കത്തും. എന്നാൽ ഒരു വിളക്കിന്റെ അടുത്താണ് ആ കമ്പിത്തിരി വെക്കുന്നെങ്കിൽ പെട്ടെന്ന് കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പൊ നമുക്ക് ഈ കപ്പാസിറ്റർ ഊരി നോക്കാം. പൂർണ്ണമായിട്ട് ഇപ്പോൾ ഷീൽഡ് വലിച്ചെടുത്ത് കഴിഞ്ഞു. കപ്പാസിറ്റർ അങ്ങനെ ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഈ കപ്പാസിറ്റർ ഈ ഷീൽഡ് ഉപയോഗിച്ച് അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഊരിയെടുത്തു. 1 മീറ്റർ ഷീൽഡിന് വെറും 10 രൂപ മാത്രമാണ് വില വരുന്നത്. ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിച്ച് ഈ ബോർഡിൽ ഡീസോൾഡറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കപ്പാസിറ്റർ ആണ് ഞാൻ ഇനി ഊരാൻ പോകുന്നത്. ഇതാണ് അതിന്റെ ലെഗ്. സ്വല്പം ഫ്ലെക്സ് ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം അല്പം ലെഡ് വെച്ച് ഞാനത് മെൽറ്റ് ചെയ്ത് കൊടുക്കുവാണ്. പമ്പ് ഉപയോഗിച്ച് ഡീസോൾഡറിങ് ചെയ്യുമ്പോൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ലെഡ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരല്പം കൂടി ലെഡ് ഞാൻ കപ്പാസിറ്ററിന് ചേർത്ത് കൊടുക്കുകയാണ്.
സോൾഡറിങ് അയൺ വെച്ച് കമ്പോണന്റിന്റെ ലെഡ് ഉരുക്കുക. നല്ലപോലെ ഉരുകിയതിനു ശേഷം ഇതുപോലെ സോൾഡറിങ് അയണിന്റെ ബിറ്റ് വെച്ച് കൊടുക്കുക. പമ്പും അതുപോലെ തന്നെ നന്നായി വലിച്ചെടുക്കാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. പൊസിഷൻ കറക്റ്റ് ആയാൽ സക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ 1-2 തവണ ട്രൈ ചെയ്ത് നോക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ടും നമുക്ക് പമ്പ് ഉപയോഗിച്ച് ഊരിയെടുക്കാം. തുടക്കത്തിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും നമ്മുടെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കിത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഷീൽഡ് വെച്ച് നമ്മൾ ലെഡ് വലിച്ചെടുക്കുന്നത് ചെറിയ അളവിലുള്ള ലെഡ് വലിച്ചെടുക്കാനും, പമ്പ് വെച്ച് നമ്മൾ വലിച്ചെടുക്കുന്നത് വളരെ വലിയ അളവിലുള്ള ലെഡ് വലിച്ചെടുക്കാനുമാണ്. ഉദാഹരണത്തിന് ഈ ഡയോഡുകളെല്ലാം പമ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷീൽഡ് വെച്ചും ചെയ്യാം, എന്നാലും പമ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഈ ഐസികള് ഷീൽഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഐസികളുടെ കാലുകൾ വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് പമ്പും സോൾഡറിങ് അയണിന്റെ ബിറ്റും തമ്മിലൊരു തിങ്ങലുണ്ടാവും. ഡീസോൾഡറിങ് ഷീൽഡ് ആണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏത് രീതിയിലും ചെയ്യാട്ടോ. സോൾഡറിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഊരിയെടുത്ത കപ്പാസിറ്റർ തിരിച്ചതാ അതിലേക്ക് കയറ്റി വെക്കാം. ചൂടായി എന്ന് മനസ്സിലായ ലെഡ് പതിയെ വെച്ച് കൊടുത്താൽ മതി. ഇത്രയും സിമ്പിളായി നമുക്ക് സോൾഡർ ചെയ്യാം. ഈ 2 വയറുകൾ തമ്മിൽ എങ്ങനെയാണ് സോൾഡർ ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആദ്യം കൂട്ടി പിരിച്ചു കൊടുക്കാം. അതിനുശേഷം അയൺ പതിയെ മുട്ടിച്ചു കൊടുക്കുക. കേബിൾ ചൂടായതിനു ശേഷം ജസ്റ്റ് ഇതൊന്ന് മുട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ലെഡ് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് സോൾഡറിങ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇതുപോലെയുള്ള കമ്പോണന്റുകൾ സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. പുതിയ കമ്പോണന്റ്സിന്റെ ലെഗുകളിൽ കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരം കോട്ടിംഗ് അടിച്ചിട്ടുണ്ട്. GI പൈപ്പിനൊക്കെ അടിക്കുന്നത് പോലെ. സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് വെച്ച് ലെഡ് നല്ല പോലെ പിടിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ പിന്നീട് ഡ്രൈ സോൾഡറിന് കാരണമായേക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തന്നെ എന്റെ വീഡിയോ കുറച്ച് അധികമായി പോയിട്ടുണ്ട്. എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.